ഇപ്പോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണൻ അമ്പാടി കൂടി ചേരുകയാണ്. ശ്രീ കൃഷ്ണൻ അമ്പാടി, ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിശോധനയും ഉണ്ടാകുന്നില്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ ചേർന്നോ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പോ ക്രമക്കേട് നടത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് KSRTC പോലുള്ളൊരു ബോർഡിൽ അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അനുമതിയോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നു എന്ന് തന്നെയാണ് സ്വാഭാവികമായും സംശയിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ പുകപരിശോധന നടക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഈ മേഖലയിൽ ഒരുപാട് അഭ്യസനകൾ വന്നു നമ്മളെ എന്താ പറയാ ഞെരുക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളതൊക്കെ തയ്യാറാണ്, അത് അംഗീകരിക്കാൻ തയ്യാറുമാണ്. അത് ഈ നവംബർ 17 മുതൽ OTP സമ്പ്രദായം ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ കേരളത്തിൽ നടപ്പിലാക്കി. അപ്പൊ നടപ്പിലാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ OTP കിട്ടാത്ത വാഹനങ്ങൾ ഒരുപാടുണ്ടാവും. അതായത് വിദേശ രാജ്യങ്ങളിലുള്ളത്, മരിച്ചുപോയ ആളുകളുള്ളത്. ഈ വാഹനങ്ങളൊക്കെ ഹരിയാനയിലേക്കും UP-യിലേക്കും ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് ഇങ്ങനത്തെ സ്റ്റേറ്റുകളിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങൾ നേരിട്ട് ഈ വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ ഞാനൊരു വണ്ടി അയച്ചു കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായില്ല. അപ്പൊ അതിനേക്കാട്ടും ഭീകരമായിട്ട് നമ്മളുടെ നാട്ടിൽ ഈ കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ അത് നടന്നതിലല്ല. അവിടെ എല്ലാതരം വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്, പബ്ലിക്കിന്റെ വാഹനം പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഏത് വാഹനം പരിശോധിച്ചാലും ഒരേ റീഡിംഗ് വരുന്നു. ഞങ്ങൾ ഈ വയനാട്ടിൽ ഉള്ള മാനന്തവാടിയുള്ള ഡിപ്പോയിലെ വണ്ടികൾ സാധാരണ പുക പരിശോധിക്കുന്ന സെന്ററുകളിൽ എത്താതിരുന്നപ്പോൾ ഞങ്ങൾ തന്നെ ഒരു അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വാഹനങ്ങളെ പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പൊ ഈ മാനന്തവാടി ലോക്കലായിട്ട് ഓടുന്ന ഈ KSRTCകൾ ഒരു കാരണവശാലും തിരുവനന്തപുരം വരെ ഇത്രയും 15,000 രൂപയോളം ഡീസൽ ചെലവാക്കിയിട്ട് പുക പരിശോധിക്കാൻ പറ്റില്ല. അതെ, ശ്രീ കൃഷ്ണൻപാടി, ഇവിടെ സ്വാഭാവികമായും വരുന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പിന്നിലെ ഒരു കാരണം എന്താണ്? സ്വാഭാവികമായും ഒരു ക്രമക്കേട്, പണം തന്നെയാണ് ഇതിന് പിന്നിൽ. പക്ഷേ ഗതാഗത മന്ത്രി എല്ലാ തരത്തിലും പരിശോധന നടത്തുന്നു വരുത്തി തീർക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല വിഷയത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, അന്യ സംസ്ഥാനത്ത് വരുന്നതിന് ഞങ്ങൾ ക്ലീൻ എവിഡൻസ് കൊടുത്തിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല. പിന്നെ ഇത് KSRTCന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, ലാഭം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യത്തിൽ എന്താ വെച്ചാൽ ഇവിടെ ഈ പരിശോധിക്കപ്പെടുന്ന വാഹനങ്ങൾ ഇപ്പോ ഏത് വാഹനമായാലും അതിലൊരു OTP സമ്പ്രദായം ഉണ്ട് ഇല്ലേ? ആ ഒരു മാനന്തവാടിയുള്ള KSRTCക്ക് അവിടുത്തെ ഡിപ്പോയിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേരിലാണ്. അല്ലാതെ കേരളം മുഴുവൻ 10,000-കണക്കിന് KSRTC വാഹനങ്ങൾക്ക് ഒരാൾ OTP പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനമല്ല. അതാത് ഡിപ്പോയിലുള്ള ആളുകൾ ഈ OTP പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ആ ഉദ്യോഗസ്ഥനും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കേരളത്തിലുള്ള പല KSRTC, അതായത് പല ജില്ലകളിലും ഇത് ചില ആളുകൾ മാത്രം എതിർത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനത്തെ ഈ ഓഡിറ്റിംഗ്, അതായത് മോണിറ്ററിംഗ് ഉണ്ട്. മോണിറ്ററിംഗ് ചെയ്യുന്ന ആളുകള് ഇതിന് നടപടി എടുക്കുന്ന പേടിയുള്ള ആളുകൾ ഇതിന് ഏർപ്പെട്ടിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്.